പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, വിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ ഈ സമയം നമ്മുടെ ധ്യാന വിഷയമാക്കുവാനായിട്ട് ആഗ്രഹിക്കുക. 10-ന്റെ 6-ാം വാക്യം, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. തലവണക്കാം. കരുണാമയനെ നിത്യനെ നിനക്ക് സ്തുതി, നിനക്ക് ആരാധന, മഹത്വം. തിരുവചനത്തിന് മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ പരിശുദ്ധാത്മാവാൻ ദൈവമേ അടിയങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടണമേ. സകല സത്യത്തിൽ ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങൾ നിത്യവും നിന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ആത്മാവിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യ സഭയ്ക്ക് എഴുതുമ്പോൾ ഒരു മുന്നറിയിപ്പായി, ഒരു വാണിംഗായി പറയുകയാണ്, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. എന്താണ് ഇത് ദൃഷ്ടാന്തമായി സംഭവിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു, ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിലും മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ ദൃഷ്ടാന്തമായി സംഭവിച്ചു എന്ന് പറയുന്നത് മേഘത്തിൻ കീഴിലുള്ളതായിരിക്കുന്ന സ്നാനമാണോ, അതോ ദുർമോഹികളായി തീർന്നത് മുഖാന്തരം മേഘത്തിൻ കീഴിലും വെള്ളത്തിലും കൂടെ സ്നാനം സ്വീകരിച്ച് മോശയോട് ചേർന്ന സഭ ഭിന്നത്തേതിൽ നശിപ്പിക്കപ്പെട്ടു എന്നതാണോ യഥാർത്ഥത്തിൽ ദൃഷ്ടാന്തമായി ഇവിടെ നാം സ്വീകരിക്കേണ്ടത്? പലരുടെയും പഠനത്തിൽ ഇത് സ്നാനത്തിൻ്റെ ദൃഷ്ടാന്തവും മുൻകുറിയുമൊക്കെയുമാണ് എന്ന് പഠിപ്പിക്കുന്നത് ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. പത്രോസ്ലീഹ പറയുന്നത് സ്നാനത്തിൻ്റെ മുൻകുറിയായി നോഹയുടെ പെട്ടകത്തെയാണ് സൂചിപ്പിക്കുന്നത്. നോഹയുടെ പെട്ടകം സ്നാനത്തിൻ്റെ യഥാർത്ഥ മുൻകുറിയാണ്, നിഴലാണ്. ഇവിടെ ദൃഷ്ടാന്തമായി സംഭവിച്ചു എന്ന് പറയുന്നത് യൂദായുടെ 5-ാം വാക്യത്തിൽ പറയുന്ന സംഭവമാണ്. യഹോവയാകുന്ന ദൈവം ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. രക്ഷിക്കപ്പെട്ട ജനം പിന്നീട് നശിപ്പിക്കപ്പെടുന്നതാണ് ദൃഷ്ടാന്തമെന്ന് പറയുന്നത്. അതെന്തിന് നമുക്ക് വേണ്ടി ദൃഷ്ടാന്തമായി തീർന്നു? ഇസ്രായേൽ ജനം ദൈവത്തോട് മറുതലിക്കുകയും ദുർമോഹികളായി തീർന്ന ദൈവവചനത്തിനെതിരായി ജീവിക്കുകയും ചെയ്തത് മുഖാന്തരം മരുഭൂമിയിൽ ദൈവം അവരെ നശിപ്പിച്ചു കളഞ്ഞു. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോന്നവരിൽ, ചെങ്കടലിലൂടെ സ്നാനമേറ്റവരിൽ 2 പേർ മാത്രമാണ് വാഗ്ദത്ത ദേശമായ കനാനിലേക്ക് പ്രവേശിക്കുന്നത്, യോശുവയും കാലേബും. മറ്റുള്ളവരെല്ലാവരും ആ മരുഭൂമിയിൽ പട്ടുപോയി. ദൈവത്തോട് മറുതലിച്ചത് മുഖാന്തരം, ദൈവകൽപ്പനയെ നിഷേധിച്ചത് മുഖാന്തരം രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെട്ട ഇസ്രായേൽ ജനം മരുഭൂമിയിൽ നശിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഇന്ന ദിവസം രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ രക്ഷയിൽ ദൈവമായിട്ട് സഹിത്വത്തിലായിത്തീർന്നു, എനിക്കിനി ഒരു ദോഷവുമില്ല എന്ന് ചിന്തിക്കുവാൻ ആർക്കും അവകാശമില്ല.
രക്ഷയുടെ ഈ മരുഭൂപ്രയാണകാലത്ത് എപ്പോൾ വേണമെങ്കിലും പിന്മാറിപ്പോകാൻ സാത്താൻ്റെ പരീക്ഷകൾ ഒപ്പമുണ്ട് എന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. ഈ സാത്താൻ്റെ പരീക്ഷകളെ അതിജീവിച്ചുകൊണ്ട് അവസാനത്തോളം സഹിച്ചു നിന്ന് യോർദാൻ കടന്ന് അക്കരെ പ്രവേശിക്കുന്നതാണ് യഥാർത്ഥത്തിൽ രക്ഷയുടെ അവകാശം പ്രാപിക്കുന്നതായ രംഗം. അതുകൊണ്ട് ചെങ്കടൽ കഴിഞ്ഞ് സ്നാനം കഴിഞ്ഞ് യോർദാൻ്റെ കരവരെയും യാത്ര ചെയ്തതുകൊണ്ട് രക്ഷയുടെ പൂർണ്ണതയിലേക്ക് ആരും എത്തിച്ചേരുന്നില്ല. നേരെ മറിച്ച് യോർദാൻ കടന്ന് വാഗ്ദത്ത ദേശത്തിലേക്ക് പ്രവേശനം ലഭിച്ചു കഴിയുമ്പോൾ അവിടെയാണ് രക്ഷയുടെ പൂർണ്ണത സംഭവിക്കുന്നത്. ഇവിടെ ദൃഷ്ടാന്തമായി സംഭവിച്ചതു ദൈവത്തോട് ചേർന്ന് നടന്ന, പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിസ്തംഭമായും മരുഭൂമിയിലൂടെ വഴി നടത്തിയ, അഗ്നി പാറയുന്ന ജീവജലം കൊടുത്ത് പോറ്റിയ, സ്വർഗത്തിലെ മന്ന കൊണ്ടും കാടപ്പക്ഷ കൊണ്ടും തീറ്റി പുലർത്തിയ, ദൈവത്തോട് മറുതലിക്കുന്ന ഒരു സഭ ഇതാ അവർ രക്ഷയുടെ അവകാശത്തിൽ നിന്ന് വീണുപോവുകയാണ്. മോശ ഒരിക്കൽ പ്രാർത്ഥിച്ചു, ദൈവമേ, നിൻ്റെ സാന്നിധ്യം അടിയനോടുകൂടെ പോരുന്നില്ല എങ്കിൽ, നീ ജനത്തിൻ്റെ പാപം ക്ഷമിക്കുന്നില്ല എങ്കിൽ, നീ എഴുതിയിരിക്കുന്ന ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളയണം. അവൻ നിലമ്പാടായി കിടന്നുകൊണ്ട് ദൈവത്തോട് യാചിക്കുക. നെടുമ്പാടായി കിടന്നുകൊണ്ട് യാചിക്കുന്ന യാചനയുടെ ശബ്ദം ദൈവസന്നിധിയിലെത്തുമ്പോൾ ദൈവം മനസ്സലിഞ്ഞ് തൻ്റെ തീരുമാനത്തെ മാറ്റി ഞാൻ നിന്നോടുകൂടെ പോരുമെന്ന വാക്തത്വം അവൻ ഉറപ്പിച്ചു കൊടുക്കുകയാണ്. സ്നേഹിക്കപ്പെട്ട ദൈവജനമേ, ഞാൻ ദൈവത്തോടുള്ള വാക്തത്വം പ്രാപിച്ചിട്ട് വീണ്ടും പിന്മാറിപ്പോകുന്നുവെങ്കിൽ ആ വാക്തത്വ ദേശത്തിൻ്റെ അവകാശം നഷ്ടമാക്കുകയാണ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയണം. ജനം മേഘത്തിലും സമുദ്രത്തിലൂടെയും സ്നാനം സ്വീകരിച്ചു എന്നത് പഠനമാക്കേണ്ടതായ ഒരു വിഷയമാണ്. ഇവിടെ മേഘമെന്ന് പറയുന്നത് H2O വെള്ളം ആണ് എന്ന് പലരും പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ വെള്ളം എന്ന് പറയുന്നത് ചെങ്കടലിനെ വിഭാഗിച്ച് രണ്ട് ഭാഗത്തുമായി നിൽക്കുന്ന വെള്ളമാണ്. മുകളിൽ നിൽക്കുന്ന മേഘമാകട്ടെ അല്പസമയം മുമ്പ് വരെ അവർക്ക് മുമ്പായി നടന്നതും ശത്രു സൈന്യം തൻ്റെ ജനത്തോട് അടുത്ത് വരുവാൻ ഇടവരാതെ കൊണ്ട് ഇസ്രായേൽ ജനത്തിനും മിസ്രയീം സൈന്യത്തിനും ഇടയിലേക്ക് നിന്നതുമായ മേഘമാണ്. ദൈവ സാന്നിധ്യമാണ്, അത് പരിശുദ്ധാത്മാവാണ്. മേഘത്തിന് കീഴിലെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ എന്നാണ് അർത്ഥം, അല്ലാതെ മുകളിൽ വെള്ളമുണ്ട് എന്നുള്ള മേഘത്തിൻ്റെ ശാസ്ത്രീയമായ അർത്ഥമല്ല. പിന്നെയോ പ്രതീകമായി ദൈവസാന്നിധ്യം മേഘസ്തംഭമായി ഇസ്രായേലിനോട് കൂടെ ആയിരിക്കുന്ന അനുഭവത്തിൽ അവർക്ക് മുകളിൽ നിൽക്കുന്ന മേഘസ്തംഭമാണ്. ആ മേഘസ്തംഭം അവരോട് അനുയാത്ര ചെയ്യുകയാണത് പരിശുദ്ധാത്മാവാണ്. നിക്കോദീമോസ് കർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ട് നിത്യജീവനെ സ്വർഗരാജ്യത്തെ പ്രാപിപ്പാൻ എന്തു ചെയ്യണമെന്ന അവൻ്റെ ചോദ്യത്തിന് മറുപടിയായി നാം യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നത്, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ സാധിക്കുകയില്ലെന്നാണ്. അപ്പോഴവൻ സംശയമായി ചോദിക്കുന്നു, വാർദ്ധക്യത്തിലായ പ്രായമായതിനു ശേഷം അമ്മയുടെ ഉദരത്തിൽ കയറി ജനിക്കുന്നത് എങ്ങനെയാണ്? വീണ്ടും വ്യാഖ്യാനിച്ചു കൊടുത്തു, നീ ഇതറിയുന്നില്ലയോ? ആത്മാവിൻ ജനിക്കുന്ന ആത്മാവും ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡവുമാകുന്നു എന്നറിയിച്ചു.
ജീവിപ്പിക്കുന്നത് ആത്മാവത്രേ. വീണ്ടും ജനിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിക്കുമ്പോൾ വീണ്ടും ജനനത്തിൻ്റെ അനുഭവം ഉണ്ടാകും. ഇവിടെ ആത്മാവെന്ന് പറഞ്ഞത് വെള്ളത്താലും ആത്മാവിനാലും എന്ന പഴയ തർജ്ജമ ബൈബിൾ സൊസൈറ്റി മാറ്റി അതിന് വെള്ളത്തിൽ ആത്മാവിൽ കൂടെ നടക്കുന്ന ഒരു സംഭവമായിട്ട് വ്യാഖ്യാനിക്കും. എന്നാൽ ആ വേദഭാഗത്തിൻ്റെ ഗ്രീക്ക് മൂലത്തെ യഥാർത്ഥമായി തർജ്ജമ ചെയ്താൽ വെള്ളത്തിൽ ആത്മാവിനാൽ വീണ്ടും ജനിച്ചില്ല എങ്കിൽ എന്നതാണ് ശരിയായ തർജ്ജമ. വെള്ളത്തിൽ ആത്മാവിനാൽ വീണ്ടും ജനിക്കുക എന്നുള്ളതാണ് വീണ്ടും ജനനം. അതുകൊണ്ട് പറയുന്നു ആത്മാവിനാൽ ജനിച്ചത് ആത്മാവിൽ നിന്ന് ജനിച്ചത് ആത്മാവാകും. ഈ വീണ്ടും ജനനം ആത്മാവിൻ്റെ അനുഭവമാണ്. ഇതാണ് നിഴലായി സംഭവിച്ച ചെങ്കടലിലെ യഥാർത്ഥ പ്രതീകമെന്ന് പറയുന്നു. അവിടെ വെള്ളമുണ്ട്, മേഘമായ ദൈവസാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. ഇപ്പം പരിശുദ്ധാത്മാവിൻ്റെ കീഴിൽ വെള്ളത്തിലൂടെയുള്ളതായിരിക്കുന്ന ഒരു വീണ്ടും ജനനത്തിൻ്റെ അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവമാണ് ചെങ്കടലിൽ നാം ദൃഷ്ടാന്തമായി നിഴലായി നാം കാണുന്നത്. ആ ചെങ്കടലിലൂടെ സ്നാനമേറ്റു രക്ഷിക്കപ്പെട്ട ജനം രക്ഷയുടെ കവാടം കടന്നതേ ഉള്ളൂ. മരുഭൂയാത്ര പിന്നെയും കിടക്കുകയാണ്. സിയോൻ യാത്ര മരുഭൂയാത്രയായി തുടരുകയാണ്. അവിടെയും ദൈവസാന്നിധ്യം കൂടെ പോരണം. എന്നാൽ പാപം ചെയ്ത ജനത്തോടൊപ്പം തൻ്റെ സാന്നിധ്യം പോരുവാൻ പ്രയാസമായി തീരുന്ന അനുഭവമാണ് മോശയോട് ദൈവം പങ്കുവെക്കുന്നത്. ജനം ദൈവത്തോട് പെറുപെറുത്ത് മറുതലിച്ച് അവിശ്വസിച്ച് അവരുടെ ദുർമോഹം ഞങ്ങൾക്ക് മിസ്രൈമിൽ കിടന്നാൽ മതിയായിരുന്നു, അവിടെ ഞങ്ങൾക്ക് സുഖകരമായ ഭോജ്യമുണ്ടായിരുന്നു, ഒന്നും കഴിക്കാനില്ലാതെ കൊണ്ട് പീഡനങ്ങൾ സഹിച്ച് പട്ടിണി കിടന്ന് കോലം കെട്ടതായ ജനം പറയുന്നത് ഞങ്ങൾക്ക് അവിടെയായിരുന്നു നല്ലത്. ഒരധ്വാനവുമില്ലാതെ രുചികരമായ തേൻ ചേർത്ത ദോശയ്ക്ക് സമാനം രുചിയുള്ളതായിരിക്കുന്ന മന്നായും കാടപ്പക്ഷിയും ഒക്കെയും കഴിച്ചുകൊണ്ട് ജീവിച്ചിട്ട് ആ ദൈവത്തെ തള്ളിപ്പറയുന്നതായ മനുഷ്യർ, ദൈവം ചെയ്ത നന്മകളുടെ യഥാർത്ഥ അവസ്ഥയെ തിരിച്ചറിയാതെ പോകുന്ന മനുഷ്യർ, അവരൊക്കെയും ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് അന്യരായി തീരുകയാണ് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് ചെങ്കടലിലൂടെ മേഘത്തിന് കീഴിലും സമുദ്രത്തിലൂടെയും എന്ന് പറയുന്നത് മേഘം വെള്ളമല്ല, മേഘം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്. അവരെ നടത്തുന്നത് ആ മേഘമാണ്. ചെങ്കടലിൽ കടന്നുപോരും മാത്രമല്ല, അവരുടെ യാത്രയുടെ അവസാനം വരെയും ഈ മേഘം അവരോടെയായിരുന്നു. പക്ഷേ വാഗ്ദത്ത ദേശമാകുന്ന കനാനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നിയമപ്പെട്ടവും വഹിച്ചുകൊണ്ട് നിൽക്കുന്ന പുരോഹിതനെ പിൻചെല്ലേണ്ട ആവശ്യമുണ്ട്. നിയമപ്പെട്ടകം എന്ന് പറയുന്നത് പുതിയ ഇസ്രായേലായ സഭയ്ക്ക് ദൈവത്തിൻ്റെ സുവിശേഷമാണ്, ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. ആ സുവിശേഷത്തിൽ ഉറച്ച് നിന്നുകൊണ്ട് പൗരോഹിത്യപരമായി ആ ശുശ്രൂഷയുടെ പങ്കാളിത്തം ഏറ്റെടുത്തുകൊണ്ട് അവസാനത്തോളം നിലനിൽക്കുന്നവർക്ക് മാത്രമേ ഈ വാഗ്ദത്തത്തിൻ്റെ പൂർണ്ണത പ്രാപിപ്പാൻ സാധ്യമാകുകയുള്ളൂ. അങ്ങനെ പ്രാപിച്ചവരുടെ രണ്ടുപേരുടെ പേര് വചനം നമുക്ക് തരുന്നു, യോശുവയും കാലേബും. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ യോശുവയോടും കാലേബിനോടും കൂടെ
മറ്റൊരു സമൂഹം കൂടെ വാക്തത്വ നിവൃത്തി പ്രാപിച്ചതിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അത് കൊള്ളയായി പോകുമെന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ കുഞ്ഞു കുട്ടികളെ ഞാൻ ഈ വാക്തത്വ ദേശത്ത് കടക്കുമാറാക്കും. നിങ്ങൾ നിരസിച്ചതിനെ അവർ അവകാശിക്കും. 20 വയസ്സിന് മേൽ പ്രായമുള്ള നിങ്ങളിൽ ഒരുത്തനും ഞാൻ വാക്തത്വം ചെയ്തതായിരിക്കുന്ന ദേശത്ത് കടക്കുകയില്ല. 2 പേർ, യോശുവയും കാലേബും ഒഴികെ. കാരണം ഒറ്റുനോക്കുവാൻ പോയതായ ഗോത്രത്തലവന്മാരിൽ 10 പേരും മഹാമല്ലന്മാർ വസിക്കുന്ന ആ രാജ്യത്ത് ചെന്ന് അതിനെ കീഴ്പ്പെടുത്തുവാൻ നമ്മളെക്കൊണ്ട് സാധ്യമല്ല എന്ന് പറയുമ്പോൾ, ഇന്നയോളം അത്ഭുതകരമായി വഴി നടത്തിയ ദൈവത്താൽ അത് സാധ്യമാകുമെന്ന് അവനുള്ള വിശ്വാസം പ്രത്യാശയോടെ ഏറ്റുപറഞ്ഞ 2 വ്യക്തികൾ, യോശുവയും കാലേബും. അവർ വിശ്വാസത്താൽ അത് കൈവശമാക്കുന്നു. പക്ഷേ വിശ്വാസത്താൽ കൈവശമാക്കുന്നത് കൃപയാൽ പ്രാപിച്ചതിനെ തന്നെയാണ് എന്ന് നാം തിരിച്ചറിയും. അപ്പോസ്തല പ്രവൃത്തികൾ 15:15 പറയുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ രക്ഷ പ്രാപിക്കുമെന്ന് നാം വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിക്കുന്നു. കൊർന്നൊല്യോസിൻ്റെ ഭവനത്തിൽ വിജാതീയരായ ഒരു സമൂഹം വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ആവസിച്ചിട്ട് അവർ സ്വർഗീയമായ ഭാഷയിൽ, ദൂതൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നു. ഈ അനുഭവത്തെ നിർത്തിക്കൊണ്ട് പറയുന്നത്, ആ ജനത്തിന് അനുകൂലമായി പത്രോസ്ലീഹ സംസാരിക്കുന്നത്, കർത്താവായ യേശുവിൻ്റെ കൃപയാൽ രക്ഷ പ്രാപിക്കുമെന്ന് നാം വിശ്വസിക്കുന്ന പോലെ അവരും വിശ്വസിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 15:11. ഈ വിശ്വാസമാണ് അപ്പോസ്തോലിക വിശ്വാസം. എന്നാൽ ഇത് സ്വന്തം വിശ്വാസത്താൽ സ്ഥിരീകരിക്കപ്പെടേണ്ടതായ ആവശ്യമുണ്ട്. ചെങ്കടൽ കടന്ന ജനം ദൈവത്തിൻ്റെ കൃപയാലാണ് ശത്രുവിൽ നിന്ന് രക്ഷ പ്രാപിച്ചത്. യോർദാൻ കടക്കുന്ന ജനത്തിൽ 2 പേർ ദൈവത്തിൻ്റെ കൃപയാൽ പ്രാപിച്ച രക്ഷയെ തങ്ങളുടെ വിശ്വാസത്താൽ അവർ ഉറപ്പിച്ച് അവകാശമാക്കുന്നു. കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥമതാ. അങ്ങനെ അല്ലാതെ വിശ്വാസം കൂടാതെ കൃപയാൽ മാത്രം ഈ വാക്തത്വമാകുന്ന കനാൻ ദേശം രക്ഷയെ അവകാശമാക്കിയ മറ്റൊരു സമൂഹം അവിടെയുണ്ട്. അവർ ആരെന്നാൽ, നാം കാണുന്ന സംഖ്യാപുസ്തകം 14-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ, അവിടെ 20 വയസ്സിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ ആരും മരുഭൂമിയിൽ നശിച്ചില്ല. ദൈവം നശിപ്പിച്ചത് 20 വയസ്സിന് മേൽ പ്രായമുള്ളതായ ഇസ്രായേൽ മക്കൾ, അബ്രഹാമ്യ സന്തതിയാണ്. അബ്രഹാമ്യ സന്തതിയിൽ വിശ്വാസം കണക്കിടാതെ കൊണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ രക്ഷ പ്രാപിച്ചതായിരിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. അവരാരും മിസ്രൈമിൽ വെച്ച് ജനിച്ചവരല്ല. അവർ പ്രയാണകാലത്ത് ജനിച്ചവരാണ്. അങ്ങനെ ജനിച്ച മക്കളിൽ കുഞ്ഞുകുട്ടികളെന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. 20 വയസ്സ് വരെയുമുള്ള കുഞ്ഞുങ്ങൾ കൃപയാൽ വാക്തത്വം പ്രാപിക്കുന്നു. അവർക്ക് നീതിയായി കണക്കിടുന്ന അബ്രഹാമിൻ്റെ വിശ്വാസം തന്നെയാണ്. പക്ഷേ ഇവിടെ വ്യക്തിപരമായ അവരുടെ വിശ്വാസം അല്ല, ദൈവത്തിൻ്റെ കൃപ അവർക്ക് അബ്രഹാം മൂലമുള്ള വാക്തത്വത്തിന് അർഹത നൽകുന്നതായിരിക്കുന്ന യഥാർത്ഥ ചിത്രം നാം മനസ്സിലാക്കാതെ പോകരുത്. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ടത് കുഞ്ഞാടിൻ്റെ രക്തത്താലാണ്. ആ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായിരിക്കുന്ന സഭയാണ് ഇന്ന് ക്രിസ്തുവിനെ ആരാധിക്കുന്ന സഭ. ലോകത്തിൻ്റെ പാപത്തെ ചുമന്നുകൊണ്ട് നമുക്ക് വേണ്ടി കാൽവറി യാഗമായി തീർന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നോക്കിക്കൊള്ളണം. അവൻ്റെ ക്രൂസിൽ നാം പ്രശംസയുള്ളവരായി കഴിയണം. ആ വിശ്വാസത്തെ സ്ഥിരതയോടെ ഓടണം. നല്ല പോർ വരുത് ഓട്ടം തികച്ച് വിശ്വാസം കാക്കണം. അങ്ങനെ
വിശ്വാസത്തിൽ സകലവും സഹിച്ച് അവസാനത്തോളം സഹിച്ചുകൊണ്ട് ഈ ഓട്ടം ഓടുവാൻ വിളിക്കപ്പെട്ടവനാണ് നാം എല്ലാവരും. ദൈവജനം എന്ന് പറയുന്നവരെല്ലാവരും ആ വിളി ലഭിച്ചിരിക്കുന്നവരാണ്. അതുകൊണ്ട് വിളിക്കപ്പെട്ട വിശ്വാസത്തിൻ്റെ ആ ധൈര്യവും പ്രത്യാശയും നഷ്ടപ്പെടുത്തി കളയാതെ കൊണ്ട് ഓട്ടമോടുവാനുള്ള ബാധ്യത നമുക്കേവർക്കുമുണ്ട്. ചെങ്കടലിലൂടെ ഒരു പൊതുരക്ഷയാണ് സഭ പ്രാപിച്ചത്. സ്നേഹിക്കപ്പെട്ടവരെ, കൃപയാൽ നമുക്ക് ഒരു പൊതുരക്ഷയുടെ അനുഭവമുണ്ട്. യൂദായുടെ ലേഖനം 3-ാം വാക്യത്തിൽ പറയുന്നു, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പൊതുവിലുള്ള രക്ഷ എന്ന് പറയുന്നത് ചെങ്കടലിലൂടെ ഇസ്രായേൽ ജനം, കുഞ്ഞുകുട്ടികളടക്കം കന്നുകാലികളടക്കം സമൂഹം ഒന്നായി പൊതുവായി പ്രാപിച്ച ഒരു രക്ഷ തന്നെയാണ് എന്നറിയണം. അത് നിഴലാകുമ്പോൾ ക്രിസ്തുയേശുവിലൂടെ ഈ പൊതുരക്ഷയെ നാം പ്രാപിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? സ്ത്രീയായ രക്ഷിക്കപ്പെട്ടവർ എന്ന സഭ പൗരോഹിത്യപരമായി ഏറ്റുപറയുമ്പോൾ എന്താണ് ഈ സ്ത്രീയായ രക്ഷിക്കപ്പെട്ടവർ എന്ന് പറയുന്നത്? അതത്രേ യൂദായുടെ 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പൊതുവിലുള്ള രക്ഷ. പൊതുവിലുള്ള രക്ഷ എന്ന് പറയുന്നത് റോമാലേഖനം 6-7 അധ്യായങ്ങളെ ശ്രദ്ധയോടെ പഠിക്കുമ്പോൾ ഏകൻ്റെ പാപത്താൽ അതിൻ്റെ ശമ്പളമായ മരണം സകല മനുഷ്യരിലേക്ക് വന്നു. ഏകൻ്റെ അനുസരണക്കേടിനാൽ മരണം സകലരിനുമാണതുപോലെ ഏകൻ്റെ അനുസരണത്താൽ ആ ആദാമ്യ പാപത്തിൻ്റെ ഫലമായ മരണത്തിൽ നിന്നുള്ളതായ വിടുതൽ സകല ആദാമ്യ വർഗത്തിനും നൽകിക്കഴിഞ്ഞു. അതിനുവേണ്ടി ഇനിയൊരു യാഗം അവശേഷിക്കുന്നില്ല. അതിനുവേണ്ടി എന്തെങ്കിലും പ്രായശ്ചിത്തങ്ങൾ ആരും കഴിക്കേണ്ടതായിട്ടുമില്ല. അവൻ്റെ ഏകജാതനാകുന്ന പുത്രൻ മുഖാന്തരം ഈ ആദാമിൽ മരിച്ച സൃഷ്ടിയെ മുഴുവനും ജീവനിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ആദാമിൽ മരണവും 2-ാം ആദാമാകുന്ന ക്രിസ്തുവിൽ ആ മരണത്തിൽ നിന്നുള്ളതായ വിടുതലും ജീവനുമാണ് പ്രാപിക്കുന്നത്. അതാണ് സ്ത്രീയായ രക്ഷിക്കപ്പെട്ടവർ എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ക്രൂശ് മരണം സർവ്വ സൃഷ്ടിക്കും വേണ്ടിയാണ്, ക്രിസ്ത്യാനിക്ക് വേണ്ടിയല്ല. യഹൂദനും യവനനും സകല മാനവ വർഗത്തിനും വേണ്ടി അത്രേ, സൃഷ്ടി മുഴുവനും വേണ്ടി അത്രേ കർത്താവ് കാൽവറിയിൽ യാഗമായിത്തീരുന്നത്. ആദാമിൽ മരിച്ച സന്തതിയുടെ സമ്പൂർണ്ണമായ വീണ്ടെടുപ്പ് സാധ്യമായി കഴിഞ്ഞു, രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. അത് ചെങ്കടലിലൂടെ ജനം കടന്നതുപോലെയാണ്. പക്ഷേ മരുഭൂയാത്രയാകുന്ന ഈ സിയോൻ യാത്ര, നമ്മുടെ പ്രയാണകാലം, ഈ പരദേശവാസം ദൈവത്തിൻ്റെ കൃപയാൽ വിശ്വാസത്തിൽ സ്ഥിരതയോടെ ഓട്ടമോടി നാം രക്ഷയുടെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് ദുർമോഹത്തിൽ വീണ് മരുഭൂമിയിൽ വെച്ച് നശിച്ചുപോയ ഇസ്രായേൽ ജനത്തെ പോലെ ഞാനും നിങ്ങളുമായി തീരാതിരിപ്പാൻ നമ്മുടെ മരുഭൂയാത്രയിൽ അന്ത്യത്തോളം ജീവൻ്റെ വചനത്തെ നമുക്ക് മുറുകെ പിടിക്കാം. ദൈവസന്നിധി തല വണങ്ങാം. കരുണാമയനെ നിത്യനെ സ്വർഗസ്വനെ നിനക്ക് സ്തുതി. ജീവൻ്റെ അപ്പമായി സ്വർഗം നിറങ്ങി വന്ന നാഥ, നിന്നെ ഭക്ഷിക്കുന്ന നിന്മൂലം എന്നേക്കും ജീവിക്കുമെന്ന വചനം ഞങ്ങൾ ഓർക്കുന്നു. വിശ്വാസ സ്ഥിരതയോടെ നല്ല ഓട്ടം ഓടി വാക്തത്വത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ ഈ വചന കേൾവിയിലൂടെ ഞങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്ന സകല മക്കൾക്കും സംഗതിയാക്കണമേ. കൃപ ഞങ്ങളെ വലയം ചെയ്യണമേ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.